സ്ത്രീയെ ഒരു കച്ചവടച്ചരക്കാക്കിയിരിക്കുകയാണ് വെസ്റ്റേൺ ഇതിൽ. അതായത് അതിൻ്റെ പോൺ ഇൻഡസ്ട്രി, അതിൻ്റെ മോഡലിംഗ് ഇൻഡസ്ട്രി. പിന്നെന്താ ഞാൻ ആ സിനിമ പറയാൻ കാരണം എന്താ വെച്ചാൽ അതിൽ ജ്യോതിക 20 കൊല്ലം കണ്ടോ 20 കൊല്ലം സഹിക്കുകയാണ്. ജ്യോതിയോട് ചോദ്യം ചോദിക്കും കോടതിയിൽ, നിങ്ങൾ എത്ര തവണ ബന്ധപ്പെട്ടിട്ടുണ്ട് 20 കൊല്ലത്തിന്? ജ്യോതിയോട് 4 തവണ ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ ഈക്വാലിറ്റി, ഏത് റിലിജനിലാണ് ഈക്വാലിറ്റി ഉള്ളത്? ഇസ്ലാമിലാണ് ഈക്വാലിറ്റി ഉള്ളത്. ദർ ആർ 3 evils which are facing us. One is Aryanization. ഓൾറെഡി ഞാൻ അതിനെ പറ്റിയിട്ടുള്ള സോഫ്റ്റ് കമൻറ്റ് പറഞ്ഞു. നമ്പർ 2 അറബൈസേഷൻ, അറബ് കൾച്ചറും കൂടെ കൊണ്ടുവരിക. മൂന്നാമത് വെസ്റ്റേണൈസേഷൻ, പാശ്ചാത്യവൽക്കരണം. അതുകൊണ്ടാണല്ലോ ഇപ്പം നിങ്ങൾ മറ്റേ സ്റ്റേയിങ് ടുഗദറും മറ്റേ ഹോമോസെക്ഷുവാലിറ്റിനെ പറ്റിയിട്ടുള്ള കാതൽ സിനിമയൊക്കെ വരണം. മനസ്സിലായാലേ? കാതൽ സിനിമയിൽ അനുകൂലിച്ച പറഞ്ഞ കേട്ടോ, നിങ്ങൾ കണ്ടോന്ന് പറഞ്ഞൂടാ. ആ സിനിമയിൽ ഹോമോസെക്ഷുവാലിറ്റീനെ അനുകൂലിച്ചിട്ടാണ് പറയുന്നത്. അതിൽ പക്ഷേ ആ വൈഫ് ഭയങ്കരമായിട്ട് സഫർ ചെയ്യണ കാണിക്കുന്നുണ്ട്. 20 years അവർ സഫർ ചെയ്യാനായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ അത്രയും കൺസെപ്റ്റുകളെ എങ്ങനെ തള്ളിക്കളയാമോ? ഈ പറയുന്നത് പോലെ താങ്കൾ പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷേ വെസ്റ്റേണൈസേഷനും അല്ലെങ്കിൽ അറബനൈസേഷനും ഒരേ ശ്വാസത്തിൽ പറയേണ്ട 2 കാര്യങ്ങളാണ്. ആണ്. കാരണം ഈ നഗരങ്ങളിൽ ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നു, നോർത്ത് ഇന്ത്യയിൽ ആര്യനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ കുന്തം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലല്ലേ? മുസ്ലിം മെജോറിറ്റിയുള്ള ഏരിയകൾ ഞാൻ ഒരു എക്സാമ്പിൾ തരാം. നമ്മുടെ ചാർമിനാർ ഏരിയ ഹൈദരാബാദിൽ ഞാൻ അന്ന് പഠിക്കുന്ന കാലത്ത് ഞാൻ പഠിക്കുമ്പോൾ എല്ലാവരും നല്ല മോഡേണായിരുന്നു അവിടെ. ഇപ്പോൾ പോയി നോക്കിയാൽ ഒരൊറ്റം തന്നെ മുഖം കാണില്ല. അത് സലാഹുദ്ദീൻ്റെയും ഉവൈസിയുടെയൊക്കെ ഇടപെടലുകളുടെ ഭാഗമായിട്ട് അതിന് പുറകോട്ടുണ്ട്. അപ്പോൾ ഈ ആര്യനൈസേഷനുള്ള സറ്റലൈറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ രൂപം വരാൻ പോണത് ഓൺലി വെൻ ദറ്റ് ഇത് വരുമ്പോൾ ഫുൾ ഫോമിൽ വരുമ്പോൾ. ഇപ്പം അതൊരു ആൻറ്റി മുസ്ലിം പ്ലാറ്റ്ഫോം മാതിരി നിൽക്കുകയാണ്. അതിൻ്റെ ഒറിജിനൽ രൂപം വരുമ്പോഴാണ് മനസ്സിലായി. ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ പറഞ്ഞ വിഷയം തന്നെ, അത് കാസ്റ്റ് ബേസ്ഡാണ്. കാസ്റ്റാണ് അതിൻ്റെ ഇഷ്യൂ. എനിക്ക് ചോദിച്ചതിൻ്റെ തുടർ ചോദ്യമാണ്, അറബൈസേഷനെയും വെസ്റ്റേണൈസേഷനെയും നമുക്ക് ഒരേ തോതിൽ കാണാൻ പറ്റുമോ? ബിക്കോസ് അറ്റ്ലീസ്റ്റ് സ്ത്രീകളെ സംബന്ധിച്ചെങ്കിലും വെസ്റ്റേണൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രസീവ് ഞാനല്ല വെസ്റ്റേൺ നിങ്ങളെ കച്ചവടച്ചരക്കാക്കുകയാണ്. നോട്ട് ചെയ്തവ ഞാൻ പറയാം. സ്ത്രീയെ ഒരു കച്ചവടച്ചരക്കാക്കിയിരിക്കുകയാണ് വെസ്റ്റേൺ ഇതിൽ. അതായത് അതിൻ്റെ പോൺ ഇൻഡസ്ട്രി, അതിൻ്റെ മോഡലിംഗ് ഇൻഡസ്ട്രി. പിന്നെന്താ എന്നാൽ പിന്നെ അതൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. അതൊന്നും നിയന്ത്രിക്കുന്നില്ല. ആക്ച്വലി ഐ ടെൽ യു ദാറ്റ് പോൺ ഇൻഡസ്ട്രി ഈസ് എ സ്ലേവ് ഇൻഡസ്ട്രി ആക്ച്വലി. അത് പുറത്തവർ പറയുന്നില്ലല്ലോ, മനസ്സിലായോ? അതായത് ഇവർ ട്രാഫിക് ചെയ്ത് കൊണ്ടുവരുന്ന പെൺകുട്ടികളാണ് അവിടെ നിന്ന് നോക്കുക. ഈ പ്രത്യേകിച്ച് നവഡേസ് ദ ട്രാഫിക്കിംഗ് ഫ്രം ചെക്കോസ്ലോവാക്യ ആൻഡ് ദി ഈസ്റ്റ് യൂറോപ്യൻ കൺട്രീസ് ആൻഡ് അതിനാണല്ലോ അവർ അവിടെ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരുന്നു. അപ്പോൾ അത് ഒരു ഭാഗം അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ ക്രിമിനൽ എലമെന്റ് താങ്കൾ പറയുന്ന കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യുന്നു. എനിക്കിപ്പോൾ സിദ്ധാർത്ഥ ചോദിച്ചതും ഈവൻ ഞാൻ നേരത്തെ ചോദിച്ചതും ഈ പുതുതായി വരുന്ന മറ്റു ചില കൺസെപ്റ്റുകളെ അല്ല അത് ശരിയല്ല. നിങ്ങൾ ഇതേമാതിരി അങ്ങ് തള്ളിക്കളയുന്നത് ശരിയാണ്. അല്ല തള്ളിക്കളയാം. ഞാൻ ആ സിനിമ പറയാൻ കാരണം എന്താ വെച്ചാൽ അതിൽ ജ്യോതിക 20 കൊല്ലം കണ്ടോ 20 കൊല്ലം സഹിക്കുകയാണ്. ജ്യോതിയോട് ചോദ്യം ചോദിക്കും കോടതിയിൽ, നിങ്ങൾ എത്ര തവണ ബന്ധപ്പെട്ടിട്ടുണ്ട് 20 കൊല്ലത്തിന്? ജ്യോതിയോട് 4 തവണ ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്തിനത് സഹിച്ചിരുന്നു? അത് സഹിച്ചിരുന്നു. അപ്പോൾ ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി മാത്രം ഉണ്ടായതാണ്. 4 ഒരു അറ്റംപ്റ്റ് കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ടുണ്ടായതാണ്. അപ്പോൾ ആ വൈഫ് സഫർ ചെയ്യുന്ന ട്രോമ. അപ്പോൾ ഒന്ന്. രണ്ടാമത്തെ അതിൽ പീഡോഫിലിയ. ഇവരെങ്ങനെയാണത് പഠിച്ചു വരണത്? ഇവർ ആ പീഡോഫിലിക് സൈറ്റിലേ തുടങ്ങുന്നത്. ഇതൊക്കെ ഞങ്ങൾക്ക് അനുഭവമുള്ളതാണല്ലോ. ഇവിടെ കോളേജിലൊക്കെ പഠിക്കും, സ്കൂളിൽ പഠിക്കുമ്പോൾ. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഈ പീഡനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറില്ല. മദ്രസയിൽ പീഡനം, സ്കൂളിൽ പീഡനം. അത് ഈ ആൺകുട്ടികളാണ്, പെൺകുട്ടികളല്ല. അത് ആൺകുട്ടികളാണ്. That is a perversion. As a doctor, I am a neurologist, so I'll tell you very clearly, it's a perversion. See, bestiality, my choice is bestiality എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതെൻ്റെ ചോയ്സാണ്, ഒരു കുഴപ്പമില്ലല്ലോ, ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. അതെൻ്റെ ചോയ്സാണ് ബീസ്റ്റിയാലിറ്റി. You can't compare bestiality with homosexuality. You need to explain why homosexuality cannot be admitted as a normal thing. അത് ഞാൻ നോർമൽ തിങ് ആവുന്ന ഒരു അബ്നോർമൽ തിങ് ആണെന്നാണ് ഞാൻ വാദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോർമൽ എന്ന് പറഞ്ഞു, ഞാൻ അബ്നോർമൽ എന്ന് പറഞ്ഞു. അതേപോലെ പ്രോബ്ലം എന്താ അറിയോ? അബ്നോർമൽ എവിടെ വരണം? ദീസ് പീപ്പിൾ ആർ ക്ലോസറ്റ് ഹോമോസെക്ഷൽസ്. അപ്പോൾ അവർ പോയിട്ട് കല്യാണം കഴിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട്. അവർ ബൈസെക്ഷലായിട്ടാണ് ടേൺ അപ്പ് ചെയ്യുന്നത്. അവിടെയാണല്ലോ ഇതിൻ്റെ പ്രോബ്ലം.
ഈ സൊസൈറ്റിയുടെ പ്രഷർ കാരണമായിരിക്കുമല്ലോ ഇവര് കല്യാണം കഴിക്കുന്നത്. ഈ സാർ ഈ കാദർ റെഫറൻസ് പറഞ്ഞു. കാദർ റെഫറൻസിന് അദ്ദേഹത്തിന് മമ്മൂട്ടിയുടെ ക്യാരക്ടറിന് സിനിമയിൽ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. അല്ല അത് ആ പ്രഷർ എല്ലാവരുടെ മുകളിൽ ഉണ്ടാവില്ലേ? ബിക്കോസ് എവൻച്വലി അതാണ് ബേസിക്കലി ഏത് യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ മെറിറ്റിൽ പഠിക്കുന്ന യുഗത്തിലല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ പഠിക്കുന്നത് സ്വയാശ്രയ കോളേജുകളിലാണ് അധികം പേരും. എന്തായാലും അവിടെ നിങ്ങൾ അച്ഛന്മാരെ പൈസ കൊടുക്കുന്നു. 32 കോളേജുള്ളതിൽ കേട്ടോ കേൾക്ക്, ഞാൻ മക്കളോട് പറയാം, നിങ്ങൾ എന്തുവാണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ മെറിറ്റ് കയറിക്കോ, പിന്നെ ഫസൽ ഗഫൂർ അങ്ങോട്ട് പഠിപ്പിച്ചോ. അതല്ല എന്തല്ലേ സ്വയാശ്രയ കോളേജിൽ ഞങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കാൻ ഞങ്ങൾ പറഞ്ഞു കേൾക്കണം. എക്കണോമിക് ഇത് പേരൻസിനുണ്ടല്ലോ, അവരെ കയ്യിലിരിക്കില്ല. അവർ പറഞ്ഞവർ കേൾക്കാതിരിക്കാൻ പറ്റില്ല. സെക്ഷുവാലിറ്റിയുടെ കേസിൽ സ്വന്തം സെക്ഷുവാലിറ്റി ഇല്ല. ഇത് നമ്മൾ അതിൽ മാത്രം പോകണ്ട. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ പറഞ്ഞോ. മനസ്സിലായില്ലേ? അത് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ല നല്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ അറബ് ഇസ്ലാമിലെ ഏറ്റവും വലിയ സാധനമല്ലേ അത്? നിങ്ങൾക്കറിയാമല്ലോ, ഈക്വാലിറ്റി. ഏത് റിലിജനിലെ ഈക്വാലിറ്റി ഉള്ളത്? ഇസ്ലാമിലാണ് ഈക്വാലിറ്റി ഉള്ളത്. ആണല്ലോ. എല്ലാ ജാതി മതങ്ങളെ ഇല്ലാതാക്കുന്നു. ആരെങ്കിലും ഉണ്ടോ SC ST ഇസ്ലാമിൽ? ചർച്ചിൽ SC ST ഉണ്ടല്ലോ, ഇസ്ലാമിൽ SC ST ഇല്ലല്ലോ. അപ്പോൾ നമ്മളതിനെ ഇപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ ലോവർ സ്റ്റാറ്റയിൽ നിന്ന് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്, മതം മാറി വന്ന ആൾക്കാരുണ്ട്. അവരെങ്ങനെ കാര്യമായിട്ട് കൊണ്ടുനടക്കേണ്ടവർ. ഇവരിത് വലിയ കാര്യമായിട്ടാണ് കൊണ്ടുനടക്കുക. ഒരാൾ മതം മാറിയാൽ അത് വലിയ സംഭവമാണ്.